പ്രിയപ്പെട്ടവരെ സലാം. നമ്മളെ കേരള ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ചെറിയ വിഷയം അവതരിപ്പിക്കാനാണ് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അതായത് നമ്മൾ അടുത്തുള്ള മീൻമുട്ടി വാട്ടർഫാൾസ് കാണാനായിട്ട് ഈ അടുത്ത് പോയിരുന്നു. അവിടെ എത്തി ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയപ്പോഴാണ് പറഞ്ഞത് UPI പേയ്മെൻറ്റ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, ക്യാഷ് സ്വീകരിക്കില്ല എന്ന്. എപ്പോഴത്തേയും പോലെ അക്കൗണ്ടിൽ കാശുണ്ടായിരുന്നില്ല, വേറെ രക്ഷയുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ക്യാഷ് ഉണ്ട്, ക്യാഷ് തരാമെന്ന് പറഞ്ഞപ്പം ഒരു രക്ഷയില്ല. ഇതിൽ ഭയങ്കര രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണെങ്കിൽ ഒരു നെറ്റ്വർക്ക് കവറേജും ഇല്ല. പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അവർ നമുക്കൊരു വൈഫൈ നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്ത് തരും, അതുവഴി പേയ്മെൻറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ വല്ലതും വിളിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ചാലും കാശ് അക്കൗണ്ടിലൊന്ന് ഇട്ടുകടാന്ന് പറഞ്ഞ് ചോദിക്കാൻ പോലും ഒരു നിവൃത്തിയില്ലാത്തൊരു സ്ഥലത്താണ് ചെന്നുപെട്ടത്. അപ്പോൾ നിന്നിങ്ങനെ വട്ടം തിരിഞ്ഞ് ആലോചിച്ച് പിന്നെ അവരെ വൈഫൈ കണക്ട് ചെയ്യാൻ പറഞ്ഞ് കണക്ട് ചെയ്ത് തന്ന് പിന്നെ വിളിച്ച് ഫ്രണ്ട്സിനെ വിളിച്ചൊക്കെ നല്ല നല്ല സുഹൃത്തുക്കളുള്ളതുകൊണ്ട് കാശിട്ട് തന്ന് സംഭവം വെടിപ്പാക്കി കണ്ട് കുളിച്ചൊക്കെ പോന്ന്. പക്ഷേ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ഇതുപോലത്തെ അതും ഈ ഒരു മലേൻ്റെ മുകളിൽ വരെ വണ്ടി ഓടിച്ച് എത്തിയതിന് ശേഷം ഈ ഒരു സംവിധാനത്തിനെ കുറിച്ച് അറിയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അതുപോലെ തന്നെയാണ് തേക്കടി നമ്മുടെ ബോട്ടിങ്ങിന് പോയപ്പോഴും നമ്മൾ ആദ്യം കാർ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യുന്നു. അവിടെ നിന്നൊരു ഒരു ബസ്സിൽ കയറിയിട്ടാണ് തേക്കടി പാർക്കിങ്ങിൽ ഇവിടെ പോകുന്നത്, ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തേക്ക്. അപ്പോൾ ആ ബസ് സർവീസിൻ്റെയും പാർക്കിങ്ങിൻ്റെയും ഫീസ് അടയ്ക്കുന്ന ഒരു കൗണ്ടർ അവിടെ പാർക്കിങ്ങിലുണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPI പേയ്മെൻറ്റ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, ക്യാഷ് സ്വീകരിക്കില്ല. ഞങ്ങളുടെ പുറകിൽ നിന്ന് കുറച്ച് പേർക്ക് ക്യാഷ് ഉണ്ട്, UPI പേയ്മെൻ്റ് ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് UPI ഇട്ട് കൊടുത്ത് അവരെ ക്യാഷ് മേടിച്ച് അങ്ങനെ അവരൊക്കെ ഹാപ്പി ആയിട്ടൊക്കെ ഞങ്ങൾ ബസ് കയറി ആ ബോട്ടിങ്ങിൻ്റെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ നേരെ തിരിഞ്ഞ് അവിടെ ക്യാഷ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, UPI സ്വീകരിക്കില്ല. എന്താണിത്? ടൂറിസ്റ്റുകളായിട്ട് ഇങ്ങനെ കൺഫ്യൂസ്ഡാക്കി വട്ടം തിരിപ്പിക്കുന്ന ഒരു സിസ്റ്റം. ഇന്ന് എല്ലാ സ്ഥലത്തും പേയ്മെൻറ്റിന് ഓപ്ഷൻസ് ഉണ്ട്, ക്യാഷ് അല്ലെങ്കിൽ UPI. ഓൺലി UPI എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാവർക്കും സാധ്യമായിക്കൊള്ളണമെന്നില്ലല്ലോ. ആലോചിച്ച് നോക്കുക, നമ്മൾ ആ ബസ് കയറി പാർക്കിങ്ങിലെ ഫീസൊക്കെ അടച്ച് ബസ് കയറി മറ്റേ ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ബോട്ടിങ്ങിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും പറയുകയാണ് ക്യാഷ് മാത്രമേ സ്വീകരിക്കുള്ളൂ. നമ്മൾ ടൂറിസ്റ്റുകൾ ഇങ്ങനെ കയ്യിൽ ക്യാഷും ഒരു സൈഡിൽ ക്യാഷും ഒരു സൈഡിൽ UPI അക്കൗണ്ടൊക്കെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ കേരളം കാണാൻ ഇറങ്ങിയാൽ മതി എന്നാണ് കേരള ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഇത്തിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. ഈ ഒരു വിഷയം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനൊന്ന് അറിയിക്കുക. അത്യാവശ്യം ടൂറിസ്റ്റുകൾ പ്രയാസപ്പെടുന്നുണ്ട്, അത് നിങ്ങൾ അറിയാത്തതായിരിക്കാം. എന്തായിരുന്നാലും സംഭവം